ഇത് നമ്മൾ ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് എടുത്ത് പഠിക്കാൻ പോകുന്നത്. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ നമ്മളവിടെ ഒരു വചനം കാണുന്നുണ്ട്. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം. അവിടെ സോളമൻ എന്ന് പേരുള്ള ഒരു മഹാ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും നല്ല നിറവുണ്ട്. അങ്ങനെ നല്ല നിറവുണ്ടെങ്കിലും അദ്ദേഹം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഉത്സുകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് കൊട്ടാരമുണ്ട്, അധികാരമുണ്ട്, ചെങ്കോലുണ്ട്, കിരീടമുണ്ട്, ഭടന്മാരുണ്ട്, സൈന്യമുണ്ട്, ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷേ അദ്ദേഹം അതുകൊണ്ടൊന്നും അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൽ 1-2 വാക്യങ്ങളാണ് ആദ്യം നമ്മൾ വായിക്കുന്നത്. 2 Chronicles chapter 1 verses 1 and 2. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ദാവീദിൻ്റെ മകൻ സോളമൻ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു. ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവിടുന്ന് അവന് പ്രതാപം നൽകി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവമായ കർത്താവ് ആരുടെ കൂടെ ഉണ്ടായിരുന്നു? അപ്പോൾ അവന് സമ്പത്തുണ്ടായിരുന്നു, കൊട്ടാരം ഉണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു, പ്രതാപം ഉണ്ടായിരുന്നു. മാത്രമല്ല, ദൈവം എപ്പോഴും അവൻ്റെ കൂടെയുണ്ട്. മനസ്സിലാക്കണം, ദൈവം എപ്പോഴും ആരുടെ കൂടെയുണ്ട്? ഉറക്കെ പറ. നിങ്ങൾ സ്വരം ചില സമയത്ത് താന്നുകൊണ്ട് എന്താ? ദൈവം എപ്പോഴും ആരുടെ കൂടെയുണ്ട്? സോളമൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ദൈവം അവന് പ്രതാപം നൽകി. സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, ന്യായാധിപന്മാർ, കുടുംബത്തലവന്മാർ, നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു. അവൻ സംസാരിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? അവൻ പറയുമ്പം എല്ലാവരും കേൾക്കും. അവനെതിരെ ഒരാളും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അവന് പൂർണ്ണ ആധിപത്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കുറവുള്ള മനുഷ്യനായിരുന്നില്ല ആര്? സോളമൻ. അങ്ങനത്തെ ഒരു സ്ഥിതി നമ്മുടെ നാട്ടിൽ പിറവത്ത് വന്നു കഴിയുമ്പോൾ പല ആളുകളുടെ സ്വഭാവം മാറും. പിന്നെ പ്രാർത്ഥന കുറയും, പിന്നെ സന്ധ്യാപ്രാർത്ഥന ചുരുങ്ങും, വേണമെങ്കിൽ പേരിന് എന്തെങ്കിലും പ്രാർത്ഥിക്കും. പള്ളി പോയി അങ്ങനെ മറ്റുള്ളവരെ കൂടെ നിൽക്കുന്നതൊക്കെ ഒരു മോശമായിട്ട് തോന്നാൻ തുടങ്ങും. ഒരു നിവൃത്തി ഇല്ലാത്ത സമയത്ത് ധ്യാനം കൂടുന്നതും പ്രാർത്ഥിക്കുന്നതിൽ അഭിമാനമായിരുന്നു. പഠിപ്പായി, പ്രതാപമായി, വലിയ സംഭവമായി, വലിയ ആളായി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ സാധാരണ ആളുകളുടെ കൂടെ ഗ്രൗണ്ടിൽ വന്നിരുന്ന ധ്യാനം കൂടുന്നതും പ്രാർത്ഥിക്കുന്നതും മോശമായി ചിന്തിക്കാൻ തുടങ്ങി. ഞാനങ്ങനെ വന്നിരുന്നത് ശരിയാവോ? ഞാൻ ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഗ്രൗണ്ടിലിരിക്കാൻ പറ്റാതായി. നമുക്കിപ്പോൾ സാധാരണ ആളുകളുടെ കൂടെ നിന്ന് ഇരിക്കുന്നത് ഒരു മോശമായിട്ട് തോന്നാൻ തുടങ്ങി. കാരണം നമ്മൾ വലുതായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ സോളമൻ അങ്ങനെ ആയിരുന്നില്ല. 1-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സോളമൻ സമാഗമ കൂടാരത്തിന് മുമ്പിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് 1000 ദഹനബലികൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഒരു ദഹനബലിയോ 2 ദഹനബലിയോ അല്ല. നമ്മൾ പരമാവധി സമയം, പ്രാർത്ഥനയുടെ സമയം കുറയ്ക്കാൻ നോക്കുക. പണ്ടത്തെ കാരണവന്മാർ അത്ര സമയം ഇപ്പോൾ ഉണ്ടോ? ഇങ്ങനെ കുറച്ച് കൊണ്ടുവരിക. സോളമന് പണം കൂടി, പ്രതാപം കൂടി, അധികാരം കൂടി, അവൻ ടോപ്പായി, ചക്രവർത്തിയായി. അവൻ പ്രാർത്ഥനയുടെ സമയം കുറയ്ക്കുകയല്ല ചെയ്തത്, അവൻ പ്രാർത്ഥനയുടെ സമയം കൂട്ടി. 1 ദഹനബലിയാണ്, അല്ലെങ്കിൽ 5-10 ദഹനബലിയൊക്കെ ചിലപ്പോൾ ദാവീദ് അർപ്പിച്ച് കാണും. മകൻ്റെ കാലത്ത് 1000 ദഹനബലി അർപ്പിച്ചാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. സോളമൻ ദേവാലയത്തിലേക്ക് പോകുന്നതും ബലിപീഠത്തെ സമീപിക്കുന്നതും ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ അവൻ സമയമെടുത്ത് പണം മുടക്കി നല്ല ചെലവ് ചെയ്ത് ദഹനബലി അർപ്പിച്ച് പള്ളിയിൽ ചെലവഴിക്കുന്നതും അവൻ അഭിമാനമായി കരുതി. അവൻ പണം മുടക്കി 1000 ദഹനബലി അർപ്പിച്ച് പള്ളിയിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ച്, ദേവാലയത്തിൽ അവൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ നന്നായിട്ട് ബലിയർപ്പിച്ചാൽ അപ്പോഴേക്കപ്പോഴേ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടും. ഒരു ശുശ്രൂഷ ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ നന്നായി ചെയ്ത് അപ്പോഴേക്കപ്പോഴേ ദൈവം അവിടെ വരും. ബലിയർപ്പിക്കുമ്പോൾ 2 വിധത്തിൽ അർപ്പിക്കാം. എങ്ങനെയെങ്കിലും പേക്കോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തൂത്ത് മാന്തി ഇങ്ങനെയൊക്കെ നിന്ന് ഈ ചില തിരുവാതിരക്കളി കളിക്കണവരൊക്കെ ബലി അർപ്പിക്കണത് അത് കുഴപ്പമില്ല, ചെയ്ത് കൂട്ടി സമയം കളയാം. പ്രൈസ് ദി ലോർഡ്. സന്ധ്യാപ്രാർത്ഥനയും പല വിധത്തിൽ ചെയ്യാം. ഒന്ന് അവനവൻ്റെ പാട് നോക്കി അവനവൻ ചെയ്യാനുള്ളത് ചെയ്ത് ആ കൂട്ടത്തിൽ ഇടയ്ക്കൊരു നന്മ പറഞ്ഞോറേയും ചൊല്ലി നിങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥന പൂർത്തിയാകാം. ധ്യാനം 2 വിധത്തിൽ കൂടാം.
ഒന്ന് പേക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി റോഡിൽ പോണ വണ്ടിയുടെയൊക്കെ എണ്ണം എടുത്ത് അതിൻ്റെ ലൈറ്റിൻ്റെയൊക്കെ ഫുൾ പവർ നോക്കി പിന്നെ ബാക്കി അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചെവി കൊടുത്തൊരു ധ്യാനം കൂടാം. ആ മൂലയിൽ ഈ മൂലയിൽ നിന്നൊരു ധ്യാനം കൂടാം. നന്നായിട്ട് ധ്യാനം കൂടാം. എല്ലാ കാര്യവും രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്ന്, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ ബലിയർപ്പിക്കാം, അല്ലാത്ത വിധത്തിൽ ബലിയർപ്പിക്കാം. ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ സന്ധ്യാപ്രാർത്ഥന ചെയ്യാം, നമുക്കിഷ്ടമുള്ള വിധത്തിൽ ചെയ്യാം. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ ധ്യാനം കൂടാം, തന്നിഷ്ടം അനുസരിച്ച് ധ്യാനം കൂടാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. അവനവൻ്റെ ഇഷ്ടങ്ങൾ ബലി ചെയ്താലേ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കണം. ഒരു ധ്യാനത്തിന് വരുമ്പോഴും അങ്ങനെ തന്നെ. അവനവൻ്റെ ചില ഇഷ്ടങ്ങൾ ബലി ചെയ്താലേ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് കയറി നിന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളമൻ തൻ്റെ ഇഷ്ടം ബലി ചെയ്ത് ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ വിധം നന്നായിട്ട് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കപ്പോഴേ സോളമൻ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം ചോദിച്ചു, സോളമൻ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്ത് വരമാണ് നിനക്ക് തരേണ്ടത്? ഇതാ ചോദിക്കണത്. എനിക്ക് അത്ഭുതം തോന്നി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പ്രാർത്ഥിച്ചിട്ട് അനുഭവമില്ല, ഞാൻ പ്രാർത്ഥിച്ചു ദൈവം കേൾക്കണില്ല എന്നൊക്കെ സങ്കടം ഉണ്ടെങ്കിലേ പ്രാർത്ഥന രീതി കുറച്ചും കൂടെ നന്നാക്കണം. കുറച്ചും കൂടെ ഒന്ന് ശുദ്ധിയും വെടിപ്പും വരുത്തി ദൈവവചനമൊക്കെ അനുസരിച്ച് നന്നായിട്ടൊന്ന് ദൈവത്തിന് മുമ്പിൽ ദൈവം ഇഷ്ടപ്പെടുന്ന വഴികൾ അന്വേഷിച്ച് നന്നായിട്ട് ദൈവത്തിന് ഒന്നും കൂടെ എളിമപ്പെടണം. സോളമൻ കാര്യം വലിയ പ്രതാപിയാണ്, വലിയ ചക്രവർത്തിയാണ്, പണമുണ്ട്, അധികാരമുണ്ട്, പഠിപ്പുണ്ട്, ജ്ഞാനിയാണ്, സർവ്വ രാജാക്കന്മാർ കേമനാണ്, കേമത്തൊരു ഒരുപാടുള്ള ആളാണ് സോളമൻ. പക്ഷേ ദൈവത്തിന് മുമ്പിലുണ്ടല്ലോ നല്ല വിധത്തിൽ നിൽക്കാൻ സോളമന് മെരുക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്ന വിധം ബലിപീഠത്തിങ്കൽ സോളമൻ നിന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം ചോദിച്ചു, സോളമൻ, എന്ത് വരമാണ് നിനക്ക് ഞാൻ നൽകേണ്ടത്? ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ബാലരമ, പൂമ്പാറ്റ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചില കൃതികൾ വായിച്ചിരുന്നു. അല്ല, കൃതികളല്ല, കുസൃതികളല്ല, ചില തകൃതികൾ വായിച്ചിരുന്നു. അങ്ങനെ വായിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വല്ല അറിയോ? ആ ലുട്ടാപ്പി, മായാവി, അതൊക്കെ ഇപ്പോൾ ഉണ്ടോ? ഫ്രീസ് അലോൺ. അപ്പോൾ അതിനകത്ത് ചില ചിത്രകഥകളുണ്ട്. അതിനകത്തെന്നറിയോ, ശരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തി കഴിയുമ്പോൾ അത് പ്രത്യക്ഷപ്പെട്ട് ചോദിക്കും, ഭക്ത, നിനക്ക് എന്ത് വരമാണ് വേണ്ടത് പറയൂ. ഉടനെ വന്ന് വരം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് വായിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊക്കെ വെറും ഒരു കഥയാണ് അല്ലേ, ശരിക്കുള്ള ദൈവമൊന്നും അങ്ങനെയൊന്നും വരുമൊന്നുമില്ല, ഇതൊരു കഥയാണ്, കഥയിൽ ആർക്കും ഇങ്ങനെ വരാം എന്നൊക്കെയായിരുന്നു സ്കൂൾ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ ചിന്ത. എന്നാൽ ഇപ്പോൾ ദൈവവചനം പഠിച്ച് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ വന്നപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, സോളമൻ നന്നായി ദൈവത്തെ പ്രീതിപ്പെടുത്തി ദൈവത്തിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിച്ച് ബലിയർപ്പിച്ചു. ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദൈവം സോളമനോട് ചോദിച്ചു, സോളമൻ, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? സോളമൻ വേറൊന്നും ചിന്തിച്ചില്ല. സോളമൻ വേഗം പറഞ്ഞു, എനിക്ക് ജ്ഞാനം വേണം, എനിക്ക് ബുദ്ധി വേണം. കാരണം എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവൻ ഇത്തിരി ബുദ്ധിയും ബോധവും കുറവുള്ള കൂട്ടത്തിൽപ്പെട്ടതാണ്. ചില ആളുകളെക്കുറിച്ച് അപ്പന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. കുട്ടികളെ, നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ പേടിക്കണ്ട. ദൈവം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ വേഗം നിങ്ങളുടെ അപ്പൻ എന്താണോ നിങ്ങളെക്കുറിച്ച് കുറവായി പറഞ്ഞിരിക്കുന്നത് അത് വേഗം പറഞ്ഞു, നിങ്ങൾക്കത് കിട്ടും. സോളമനെ കുറിച്ച് സോളമൻ്റെ അപ്പൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് ബുദ്ധിയും ബോധവും ഇത്തിരി കുറവുള്ള കൂട്ടത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം ചോദിച്ചു, സോളമൻ, നിനക്ക് എന്ത് വരമാണ് ഞാൻ തരേണ്ടത്? സോളമൻ ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ ദൈവം സോളമനോട് പറഞ്ഞു, ഇതാ ഞാൻ നിനക്ക് ജ്ഞാനവും ബുദ്ധിയും തരുന്നു. മാത്രമല്ല നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും നൽകിയിട്ടില്ലാത്തത്ര ധനവും സമ്പത്തും സ്ഥാനമാനങ്ങളും പേരും പ്രതാപവും ധനവും പ്രശസ്തിയും നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. അതാണ് 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 12-ാമത്തെ തിരുലിഖിതം. ജ്ഞാനവും വിവേകവും കൊടുത്തു. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഈശോ വർഷിക്കുകയാണ്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൽ 12-ാം തിരുലിഖിതം. ഞാൻ നിനക്ക് നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സോളമനോട് പറയുകയാണ്, ഞാൻ നിനക്ക് ജ്ഞാനവും ബുദ്ധിയും തരും.
ഇതിനകത്ത് ജ്ഞാനവും ബുദ്ധി ഇല്ലാത്തവർ ദൈവത്തോട് ചോദിക്കണം. കുട്ടികളെ നിങ്ങൾ ചോദിക്കുക, അക്കൗണ്ട്സ് മോശമുള്ളവർ ചോദിക്കുക, മാത്സ് മോശമുള്ളവർ ചോദിക്കുക, ഹിന്ദി വിഷയം വിഷമമുള്ളവർ ചോദിക്കുക, നിങ്ങൾക്ക് ക്ലാസ്സിൽ പോകാനേ ഇഷ്ടമല്ലാത്ത കുട്ടികൾ ചോദിക്കുക, എനിക്ക് പഠിക്കാൻ ജ്ഞാനം തരണം, ബുദ്ധി തരണം. ദൈവത്തോട് ചോദിക്കുക, നിനക്ക് ദൈവം അത് തരും. സോളമൻ അത് ചോദിച്ചു. സോളമൻ അങ്ങനെ ചോദിക്കാൻ കാരണം 21 ദിനവൃത്താന്തം 29 അധ്യായം 1 വാക്യം, ഫസ്റ്റ് ക്രോണിക്കിൾസ് 29:1. അവിടെ അപ്പൻ ദാവീദ് ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് സോളമനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. ദാവീദ് രാജാവ് സമൂഹത്തോട് പറഞ്ഞു, ഇനി മക്കളെല്ലാവരും ചേർന്ന് ഉറക്കെ വായിച്ചേ, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ സോളമൻ ഇതാ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. ഇവൻ തീരെ ചെറുപ്പാ, ഇവൻ്റെ ഉച്ചി ഉറച്ചിട്ടില്ല, ഇവൻ തീരെ ചെറുപ്പാ. അതുകൊണ്ട് നുകം വെക്കാത്ത കൂളംകുട്ടീനെ പോലെ ചാട്ടം ഇത്തിരി കൂടുതലാണ്. അവന് ജീവിതത്തിന് അനുഭവം ഇല്ല. വായിച്ചു നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ മകൻ സോളമൻ ചെറുപ്പമാണ്, അവൻ എന്തില്ല? അവന് ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ പാഠമില്ല. അതിൻ്റെ അർത്ഥം ഇച്ചിരി ചാട്ടം കൂടുതലുണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇവൻ രാജ്യഭാരം ഏറ്റെടുക്കാൻ പോവുക. എനിക്ക് വയസ്സായി, എനിക്കൊന്നും കണ്ടവാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവനോ വേണ്ടത്ര ജീവിതാനുഭവം ആയിട്ടുമില്ല. അതുകൊണ്ട് മക്കളെ, ആളുകളെ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ സോളമനെ വേണ്ട പോലെ സഹായിച്ചൊന്ന് കൊണ്ടു നടക്കണം എന്ന് അപ്പൻ ദാവീദ് രാജാവ് ജനങ്ങളെ മുഴുവൻ വിളിച്ചിട്ട് സോളമനെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ മകൻ സോളമൻ ചെറുപ്പാ, അവന് ജീവിതത്തിൻ്റെ പാഠം കുറവാ, അനുഭവം കുറവാ, ഇവന് ചെയ്യാനുള്ളതോ വലിയ ജോലിയാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കി കണ്ടും വേണ്ട പോലെ കൂടെ നിൽക്കണം എന്ന് ജനങ്ങളെ അപ്പൻ ദാവീദ് രാജാവ് ഉത്ബോധിപ്പിക്കുകയാണ്. ഇത് സോളമൻ്റെ മനസ്സിൽ കിടക്കുക. അപ്പോഴാണ് ദൈവം ചോദിച്ചത്, സോളമാ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? സോളമൻ മടിച്ചില്ല. സോളമൻ പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഇത്തിരി കുറവുള്ള ആളാണെന്നാണ്, അതുകൊണ്ട് എനിക്ക് ജ്ഞാനം തരണം എന്നങ്ങ് പറഞ്ഞു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ ഫസ്റ്റ് കിങ് 4-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, ദൈവം അവനെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. കഴിഞ്ഞപ്പോൾ എന്തായി? അളവറ്റ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത്രയും ജ്ഞാനമുള്ള ആരും ഇല്ലാത്ത വിധം അവനെ ഒന്നാമനാക്കി മാറ്റി. അളവറ്റ ജ്ഞാനം. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും പിന്നെ കടൽ തീരം പോലെ വിശാലമായ ഒരു ദൈവം അങ്ങോട്ട് കൊടുത്ത്, സമൃദ്ധമായിട്ട് കൊടുത്ത്. 4 മാർക്കുള്ള കുട്ടിക്ക് 93 തിരിങ്ങനെ പോയാൽ 100% ആയേനെ. അപ്പോൾ അതിനിടയ്ക്ക് അവൻ പറഞ്ഞു, 90 മതി കർത്താവേ, അതേ ആയത് അതും ഭക്ഷണമാവെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിർത്തി. ചോദിച്ചാൽ തരുന്നവനാണ് കർത്താവ്. സോളമന് അപ്പോൾ നമുക്ക് കുറച്ച് പൈസയായി, കുറച്ച് ബിസിനസ്സായി, കുറച്ച് വണ്ടിയായി, പിന്നെ കുറച്ച് ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാം തികഞ്ഞു എന്നുള്ളൊരു ഭാവം ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവരാതിരിക്കുക നല്ലത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി എനിക്ക് എന്താണ് വേണ്ടത്? എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നിൻ്റെ ഹൃദയത്തിൽ നീ പറയരുത്. ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പം നീ എളിമപ്പെടണം. നീ എളിമപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കേണ്ട പോലെ നീ നിൽക്കണം, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത ഒരു ഭാവമുണ്ട്. എനിക്കൊന്നിനും കുറവില്ല, എനിക്കെല്ലാം തികഞ്ഞു എന്നൊരു ഭാവം ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണിക്കരുത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 23-ാം തിരുലിഖിതം, പ്രഭാഷകൻ 11:23 വചനം പഠിപ്പിക്കുകയാണ്, എനിക്കിനി എന്തു വേണം, എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. ഒരു ക്ഷണം മതി, ഒരു ക്യാൻസർ, സർവ്വതും മറന്ന് നീ 2 കൈയും വെളിയിൽ വെച്ച് നിലവിളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് കിട്ടാനുള്ളത്, എനിക്കെല്ലാം തികഞ്ഞു എന്ന് നീ പറയരുത്. 24-ാമത്തെ വാക്യം 11:24 എനിക്ക് വേണ്ടുവോളം എല്ലാം ഉണ്ട്, ഇനി എനിക്ക് ഒരാപത്തും വരാനില്ല എന്നും നീ ഹൃദയത്തിൽ പറയരുത്. മനുഷ്യൻ്റെ 2 തിന്മകളാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവമേ എന്ന് എളിമയോടെ വിളിക്കാനൊരു നല്ലൊരു തുറവി, ഒരു നല്ല തെളിഞ്ഞൊരു ബുദ്ധി ഇന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. എന്നാൽ ലോക ചരിത്രത്തിൽ നമ്മൾ കാണുന്നതും
പിറവത്തിൻ്റെ ചരിത്രത്തിലും, പിറവത്തിൻ്റെ മാത്രമല്ല നമ്മുടെ മലയാളക്കരയിലുള്ള മലയാളികളുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്, എന്തെങ്കിലും ഇത്തിരി ആയിക്കഴിയുമ്പം, എന്തെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പം ദൈവം അനുഗ്രഹിച്ച് ദൈവം ഓരോ ആക്കും. ദൈവം ഓരോ സ്ഥലത്താക്കി കഴിയുമ്പം പെട്ടെന്ന് ദൈവത്തെ അങ്ങോട്ട് മറക്കും. ദൈവത്തെ അങ്ങോട്ട് മറന്നിട്ട് പിന്നെ തന്നിഷ്ടപ്രകാരം ഒരു ജീവിതമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് നമുക്കും നമ്മുടെ ഒരുപാട് ആളുകൾക്കും അവിടെ ജീവിതം കയ്പ് നിറഞ്ഞൊരു പാനപാത്രമായി രൂപാന്തരപ്പെടുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം, ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 13-ാം തിരുലിഖിതം, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ, നോർക്ക വായിച്ചേ, കർത്താവിൻ്റെ മുമ്പിൽ എന്താ സോദോം ഗൊമോറ നഗരത്തിൻ്റെ പ്രത്യേകത? സോദോം ഗൊമോറ നഗരത്തിൻ്റെ പ്രത്യേകത ദൈവം അനുഗ്രഹിച്ച നല്ല ഒരു താഴ്വാരമായിരുന്നു. നല്ല പുഴകളും നല്ല മണ്ണും ജലാംശവും നല്ല മരങ്ങളും നല്ല ഫലപുഷ്ടി നിറഞ്ഞ സമതലമായിരുന്നു സോദോം ഗൊമോറ താഴ്വാരങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ സോദോം ഗൊമോറ താഴ്വാരങ്ങൾ അഗ്നിയും ഗന്ധവും ഇറങ്ങി നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറായും സൾഫറും ഗന്ധവും അഗ്നിയൊക്കെ ഇറക്കി നശിപ്പിക്കുന്നതിന് മുമ്പുള്ള, അപ്പോൾ കർത്താവ് സോദോം ഗൊമോറ പട്ടണങ്ങളെ നശിപ്പിക്കുന്നതിന് മുമ്പ് സോദോം ഗൊമോറ ദേശത്തെ ദൈവം അനുഗ്രഹിച്ച് ഏതുപോലെ ആക്കി? കർത്താവിൻ്റെ തോട്ടം പോലെ, പറുദീസ പോലെ ദൈവം അനുഗ്രഹിച്ച സ്ഥലമാണ് ഏത്? സോദോം ഗൊമോറ താഴ്വാരങ്ങൾ. നല്ല സ്ഥലം, നല്ല മണ്ണ്, നല്ല മഴ, നല്ല കാലാവസ്ഥ, അവിടെ എല്ലാ ഫലപുഷ്ടി, എല്ലാ അനുഗ്രഹം, എല്ലാ സമൃദ്ധി, എല്ലാം കനിഞ്ഞ് അനുഗ്രഹിച്ച് ദൈവം നൽകിയ താഴ്വാരങ്ങളായിരുന്നു സോദോം ഗൊമോറ താഴ്വാരങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അനുഗ്രഹിച്ചതിനനുസരിച്ച് അവിടെ ദൈവഭക്തിയാണോ കൂടിയത്? ദൈവം അനുഗ്രഹിച്ചതിനനുസരിച്ച് അവിടെ സന്ധ്യാപ്രാർത്ഥനയാണോ കൂടിയത്? ദൈവം അനുഗ്രഹിച്ചതിനനുസരിച്ച് അവിടെ എളിമയാണോ കൂടിയത്? എളിമയ്ക്ക് പകരം അഹങ്കാരം കൂടി, പ്രാർത്ഥനയ്ക്ക് പകരം ധിക്കാരം വർദ്ധിച്ച്, പരിത്യാഗത്തിന് പകരം ലോകസുഖത്തിന് വേണ്ടി ആക്രാന്തം കൂടി, ദൈവ ആരാധനയ്ക്ക് പകരം ലോക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ ആരംഭിച്ച്, ദൈവഹിതം അന്വേഷിക്കുന്ന പകരം തന്നിഷ്ടം നടപ്പാക്കുന്ന മനുഷ്യന്മാര് തലപൊക്കാൻ തുടങ്ങി. അനുസരണം വർദ്ധിക്കുന്നതിന് പകരം ധിക്കാരികളും എതിർക്കുന്നവരും മല്ലടിക്കുന്നവരും അവിടെ തലപൊക്കി. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നതിന് പകരം ലോകസുഖങ്ങൾക്ക് വേണ്ടി അർമാദിക്കുന്നതിന് വേണ്ടി പരക്കം പായുന്ന ജനങ്ങളെ കൊണ്ട് ആ താഴ്വാരം നിറഞ്ഞു. ലോത്ത് ദൈവം സന്ദർശിച്ച്, ദൈവത്തിൻ്റെ ഒരു ദൂത് ലോത്ത് ആ താഴ്വര ചെന്ന് അറിയിച്ചു, ഇതാ ഈ പട്ടണം ദൈവം അഗ്നിയും ഗന്ധവും നശിപ്പിക്കും, അതുകൊണ്ട് മക്കളെ നിങ്ങൾ എൻ്റെ കൂടെ ഓടി രക്ഷപ്പെട് എന്ന് ലോത്തിൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കാനിരുന്ന ആ ചെറുപ്പക്കാരോട് ലോത്ത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്താ തോന്നിയത്? ഇവൻ തമാശ പറയുകയാണത്രേ എന്ന് അവർക്ക് തോന്നി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അങ്ങനെ തോന്നിയത്. അതായിരുന്നു ആ താഴ്വരയുടെ സ്ഥിതി. ദൈവം അനുഗ്രഹിച്ചു, ആരോഗ്യമുണ്ടായി, സമ്പത്തുണ്ടായി, അറിവുണ്ടായി, പണമുണ്ടായി, സ്ഥിതിയായി, മിടുക്കായി എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ദൈവവും ദൈവസാന്നിധ്യം കൂടുകയല്ല ചെയ്തത്, അവിടെ വിശുദ്ധിയും പ്രാർത്ഥനയും കൂടുകയല്ല ചെയ്തത്. ദൈവിക കാര്യങ്ങൾ തമാശയായിട്ട് തോന്നി, ദൈവിക കാര്യങ്ങൾ പരിഹാസമായിട്ട് മാറി. ദൈവകാര്യങ്ങളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം മനുഷ്യൻ്റെ ഹൃദയത്തിൽ അഹന്ത കട്ടപിടിച്ച് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയി. അഹങ്കാരം ജനിക്കുമ്പോൾ ദൈവം ഹൃദയത്തിൽ നിന്ന് പുറത്തു കിടക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരത്തോടൊപ്പം പാപവും വളയെടുക്കുന്നു. ആ സമയത്ത് ദൈവം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതാ ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സോദോം ഗൊമോറയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, പിറവത്ത് താമസിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലെ സ്ഥിതി എന്താ? നിങ്ങളുടെ അപ്പനമ്മമാരുടെ കാലത്ത് ഈ പിറവത്ത് വന്നപ്പം, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് വന്നപ്പോൾ അവരൊരുപാട് പ്രാർത്ഥിച്ച്
ദൈവമേ എന്ന് വിളിച്ച് കുടുംബത്തിൽ എല്ലാവരും ഇല്ലെങ്കിലും കുറേ പേരെങ്കിലും ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും തിരുനാളിന് പോവുകയും നേരത്തെ നേരുകയും മുട്ടുമേൽ നീന്തുകയും കൈകൾ വിരിച്ചു പിടിച്ച് കൊന്ത ചെല്ലുകയും അങ്ങനെ ദേവാലയ കർമ്മങ്ങളും പ്രാർത്ഥനകളും ഹൃദയത്തിൽ നെഞ്ചേലേറ്റ് കൊണ്ടു നടന്ന് ഒരു തലമുറ. അവർ പ്രാർത്ഥിച്ചു, അവർ ദൈവത്തെ വിളിച്ചു, അവർ കുമ്പസാരിച്ചു, അവർ കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലി, ഈശോയുടെയും വിശുദ്ധന്മാരുടെ രൂപങ്ങളെല്ലാം വെഞ്ചരിച്ച് വീടുകളിൽ പ്രതിഷ്ഠിച്ചു, ആത്മീയ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്തു, വൈദികരെ അവർ സ്വീകരിച്ചു, ദേവാലയങ്ങൾക്ക് അവർ സ്ഥാനം കൊടുത്തു, കർമ്മങ്ങളിൽ ദേവാലയ കർമ്മങ്ങളിൽ ശുഷ്കാന്തിയുടെ പങ്കുചേരാൻ വേണ്ടി വീട്ടിലെ പല കാര്യങ്ങളും അവർ ത്യാഗം ചെയ്ത് അവർ ദേവാലയങ്ങളോട് അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ ഒട്ടി നിന്നു, ചേർന്ന് നിന്നു. കഷ്ടവും ക്ലേശവും ഉണ്ടായിരുന്നു, രോഗവും ദുരിതവും ഉണ്ടായിരുന്നു, എങ്കിലും ദൈവിക കാര്യങ്ങൾക്ക് അവർ സ്ഥാനം കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ ഒരു നന്മ, അതിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് തന്നു. നമ്മൾ പഠിച്ചു, നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി, ആരോഗ്യമുണ്ടായി, വിവാഹം നടന്നു, മക്കളുണ്ടായി, മക്കളുടെ മക്കളുണ്ടായി, വീടായി, റോഡായി, എല്ലാമായി. എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഇപ്പം എന്തായി? ദൈവഭക്തി കയ്യിൽ നിന്ന് വിട്ടുപോയി. ദൈവഭക്തി ഇല്ലാതായി. ഹൃദയത്തിലും ദൈവഭക്തി വിട്ടുപോയി. ലോകപ്രകാരമുള്ള ഒരു സ്വഭാവം, ലോകപ്രകാരമുള്ള ശരീരത്തിൻ്റെ സുഖങ്ങളും മനസ്സിൻ്റെ ആഗ്രഹങ്ങളും ശരീരത്തിൻ്റെ ഇച്ഛകളും നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും വീണുപോയി. പള്ളി ചെന്നാൽ ഒക്കെ ഒരു തമാശ, ആത്മീയ കാര്യങ്ങളോട് ഒരു മതിപ്പില്ലായ്മ, ദൈവവിളി സ്വീകരിക്കാൻ താല്പര്യമില്ലാതായി. വൈദികനാകാൻ പോകാൻ, സിസ്റ്ററാകാൻ പോകാൻ ഒരാൾക്കും തോന്നുന്നില്ല. സഭയും സഭയുടെ ശുശ്രൂഷകളും ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാതെയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറ്റങ്ങളും കുറവുകളും ഇതെന്നല്ല ഞാൻ പറയണത്, പണ്ടുണ്ടായിരുന്നു കുറ്റങ്ങളും കുറവുകളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവഭക്തി നിഷ്ക്രമിച്ചു പോയി, ദൈവഭക്തി കുറഞ്ഞു പോയി. വേറെ വാക്കി പറഞ്ഞാൽ, ദൈവത്തിന് പറ്റിയ, ദൈവത്തിന് ആദ്യം തൊട്ട് പറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഹൃദയവേദനയാണിത്. ദൈവം ലൂസിഫർ എന്ന് പറഞ്ഞ മാലാഖയെ സ്നേഹിച്ച് ആ മാലാഖയ്ക്ക് ആവശ്യമായ നന്മകൾ ചെയ്തു. ആ മാലാഖയെ പ്രത്യേകം അങ്ങോട്ട് സ്നേഹിച്ച് വളർത്തി വലുതാക്കി അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും സംഗീതം കേൾക്കുന്ന വിധം ആ മാലാഖ അനുഗ്രഹത്തിൻ്റെ ഒരു മാലാഖയായി മാറി. ആ അനുഗ്രഹത്തിൻ്റെ മാലാഖയായി മാറിക്കഴിഞ്ഞപ്പോൾ ആ മാലാഖയ്ക്ക് എന്ത് തോന്നി? ദൈവത്തോട് കൂടുതൽ എളിമയും കൂടുതൽ അടുപ്പവും കൂടുതൽ വിധേയത്വവും കൂടുതൽ അനുസരണവും കൂടുതൽ സ്നേഹവും അല്ല തോന്നിയത്. മാത്സര്യം, മറുതൊലിപ്പ്, അത് അതപ്പതിച്ച് പിശാചായി മാറി. ദൈവം അനുഗ്രഹിച്ച ആദ്യത്തെ ഒരു സന്തതി, അത് അനുഗ്രഹിച്ച ആദ്യത്തെ ഒരു ജീവിതമാണ്, അത് പിശാചായി മാറി. സൊദോം ഗൊമോറ ദേശങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് അത് അഗ്നിയും ഗന്ധകറയും നശിപ്പിച്ച് തുടച്ചു മാറ്റേണ്ട ഒരു പ്രദേശമായി നശിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരൻ, അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്നായിരുന്നു കൂടുതൽ ദൈവത്തോട് സ്നേഹവും തുറവിയും, ഒരു വിധേയത്വം, ഒരു മെരുക്കമുണ്ടല്ലോ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക്. ഒന്ന് മുട്ടുകുത്താനും ഒന്ന് കൈകൂപ്പാനും ദൈവമേ ഒന്ന് വിളിക്കാനും ഒക്കെ തോന്നണ ഒരു മനസ്സിൻ്റെ ഒരു പരുവമുണ്ടല്ലോ. മനസ്സ് പരുവപ്പെട്ട് കിടന്നെന്നാ ഇന്നൊന്നും പറ്റാതായി. മേധസ് വെച്ചു, ദുർമേധസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, ദൈവം ഇന്ന് എന്നെയും നിങ്ങളെയും ഈ സ്ഥിതിയിൽ ആക്കിയതിനെ ഓർത്ത് ഹൃദയത്തിൽ ദുഃഖിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ബൈബിളിൽ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നൊരു രംഗമുണ്ട്. സാവൂളിനെ രാജാവാക്കിയതിനെ ഓർത്ത് ദൈവം ദുഃഖിച്ചു. സാവൂളിനെ രാജാവാക്കിയതിനെ ഓർത്ത് ദൈവം ദുഃഖിച്ചു. ഇന്ന് എന്നെയും നിങ്ങളെ നോക്കി വിചാരിക്കോ, ദൈവമേ ഈ ആളെ ഒരു ടീച്ചറാക്കിയല്ലോ എന്നോർത്ത് ദൈവം ദുഃഖിക്കുന്നുണ്ടോ? ഈ മകളെ ഒരു നേഴ്സാക്കി പോയല്ലോ എന്നോർത്ത് ദൈവം ദുഃഖിക്കുന്നുണ്ടോ? ഈ വീടും ഈ പണവും ഈ സമ്പത്തും ഈ മനുഷ്യന് കൊടുത്തില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈ മനുഷ്യൻ ദൈവ വിവേകത്തോടെ ജീവിക്കുമായിരുന്നല്ലോ, ഇത് കൊടുത്തത് കഷ്ടമായി പോയല്ലോ എന്ന് നമുക്ക് ഈ ആരോഗ്യവും വീടും മക്കളെയും കുടുംബവും ഈ സ്ഥിതിയും തന്ന ദൈവം ഇത് തന്നതിനെ ഓർത്ത് നമ്മളെക്കുറിച്ച് പരിതപിക്കുന്നുണ്ടോ? നമ്മുടെ നടപ്പിൽ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണോ, നമ്മുടെ ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണോ എന്ന് ഈ രാത്രി വിചിന്തനം ചെയ്യണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മറന്നാൽ ദൈവം മറക്കുമെന്ന് മാത്രമല്ല, വെള്ളത്തിൽ വരച്ച വര പോലെ നമ്മൾ അപ്രത്യക്ഷമായി പോകും. കരങ്ങൾ ഉയർത്തി ഉറക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.